ഒരു ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെപ്പോലെ നിരവധി ആൾക്കാരുമായി ദിവസേന നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ നേരിട്ട് കാണാത്ത നിരവധി ആൾക്കാരെ എന്നെ ഫോളോ ചെയ്യാറുണ്ട്. ഈ സ്പാർക്ക് സ്റ്റോറീസ് എന്ന യൂട്യൂബിൽ വരുന്ന വൈറൽ ചാനൽ, അതിലൂടെ എനിക്ക് തോന്നുന്നു 400 ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും എങ്ങനെയോ നമ്പറൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ഇങ്ങനെയെങ്കിലും ഒരു സംരംഭം തുടങ്ങണം സാർ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ ഒരു പ്രോഡക്റ്റോ സർവീസോ പോലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. ഒരു സംരംഭം തുടങ്ങാൻ ആദ്യം വേണ്ടത് എന്താ? ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ സംരംഭക എന്ന അർത്ഥം വരുന്ന ഓൺട്രപ്രണർ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അധികം ഓൺട്രപ്രണേഴ്സ് അല്ല, വാൺട്രപ്രണേഴ്സ് ആണ്. വാൺട്രപ്രണേഴ്സോ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ? ഉണ്ട്. ആഗ്രഹങ്ങൾ കൊണ്ട് വെറുതെ നടക്കുക. അപ്പൊ എവിടെയാണ് ഈ തുടക്കം കുറിക്കേണ്ടത്? ഉള്ളത് വെച്ച്, കയ്യിൽ എന്താണോ ഉള്ളത് ധൈര്യപൂർവ്വം ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നീന്തൽ പഠിക്കണമെങ്കിൽ കരക്കിരുന്നു കൊണ്ടും കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയും ഓൺലൈനിലൊന്നും പഠിക്കാൻ പറ്റില്ല. അതിന് വെള്ളത്തിലേക്ക് ചാടി ഇതിരി വെള്ളം കുടിച്ച് നീന്തൽ പഠിക്കേണ്ടത് തന്നെ വരും എന്ന് പറയുന്ന പോലെയാണ് ഓൺട്രപ്രണർഷിപ്പ്. സംരംഭം തുടങ്ങണമെങ്കിൽ അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല, തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ തുടക്കം.